അമ്മമ്മയുടെ പേരൻസിനെ പറ്റി പറഞ്ഞായിരുന്നു അമ്മമ്മ. ഫാദറിന്റെ പേര് പറഞ്ഞല്ലോ ഞാൻ. ചെറിയ വല്യപ്പച്ചന്മാരെ ഓർമ്മയുണ്ടോ? വല്യപ്പച്ചനും വല്യപ്പച്ചി? എന്റെ വല്യപ്പച്ചനെ ഓർത്തഡോക്സിലെ എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ അച്ഛനായിരുന്നു. പൗലോമറ്റം കുടുംബത്തില് സ്കറിയാസ്കത്തനായിരുന്നു പേര്. എന്റെ വല്യമ്മച്ചിയുടെ അപ്പനും ഒരു അച്ഛനായിരുന്നു ഓർത്തഡോക്സില് ഓമല്ലൂർ വടക്കെടുത്ത്. ഞാൻ കണ്ടിട്ടില്ല, എന്റെ അപ്പച്ചൻ പറഞ്ഞതൊക്കെ അറിയത്തുള്ളൂ. എന്റെ ഫാദറെ ആ കാലത്ത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല ജോലിയായിരുന്നു. ഏതില്? കേരള ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. എനിക്ക് 6 ആങ്ങളമാര്. ഞാൻ 7ാമത്തെ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചു ഉണ്ടായത്. അതുകൊണ്ടാണ് എനിക്ക് ഓമന എന്ന് പേരിട്ടത്. 6 ആങ്ങളമാർക്ക് ഒരു പെങ്ങളാ? എനിക്ക് ഒരു അനിയത്തിലുണ്ട്. അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഓർത്തഡോക്സിലെ ന്യൂയോർക്കിലുണ്ട്. മറ്റു 6 ആങ്ങളമാര് മരിച്ചുപോയി. മരിച്ചുപോയി. ഞാൻ 7ാമത്തെ, അവൾ 8ാമത്തെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ട്? 2 പേരേ ഉള്ളൂ. അങ്ങനെ. പപ്പായുടെ കുടുംബം എവിടെയായിരുന്നു? മറ്റേ ചെമ്പോത്രയില്. അയിരൂർ വെണ്ണിക്കുളത്തിനടുത്തല്ലേ? ചെറുവപ്പുഴ. റാന്നിക്ക് പോകുന്ന സൈഡ്. ചെറുവപ്പുഴ അയിരൂരൊക്കെ ഇല്ല, അത്രയും അറിയത്തില്ല. പക്ഷെ തടിയൂര് വരെയൊക്കെ അറിയാം. തടിയൂരൊക്കെ അടുത്താ. തടിയൂര് എന്റെ അമ്മ വീട് തടിയൂരാണ്. അവര് മർത്തമ്മക്കാരാ. അപ്പൊ പപ്പായ്ക്ക് എത്ര പെങ്ങന്മാരും അനിയന്മാരും? എന്റെ ഫാദറിന്റെ വീട്ടിൽ 13 പേരാ. 6 ആണും 7 പെണ്ണും. എന്റെ ഫാദർ ഏറ്റവും മൂത്തത്. അവരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എല്ലാരെയും കണ്ടിട്ടുണ്ട്. എല്ലാരും 90 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് മരിച്ചത്. പക്ഷേ എന്റെ ഫാദർ മാത്രം 60 റിട്ടയറായി 5 വർഷം. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ എന്റെ ഫാദർ മരിച്ചു. എന്റെ മൂത്ത ബ്രദർ ഹാർബർ ബോർഡ് സിംഗപ്പൂരിലായിരുന്നു. 2ാമത്തെ ബ്രദർ അച്ഛനായിരുന്നു. സിംഗപ്പൂർ മലേഷ്യയിലുണ്ടായിരുന്നു. നാട്ടിൽ പോയി ബാംഗ്ലൂർ സെറ്റിലായി. എന്റെ ബ്രദർ മരിച്ചു. എല്ലാ ബ്രദേഴ്സും ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ജോലി ചെയ്തിട്ടില്ല. എന്റെ സിസ്റ്ററും ജോലി ചെയ്യുമായിരുന്നു. ജോലി ചെയ്തിട്ടില്ല. ഹൗസ് വൈഫായിരുന്നു. അപ്പൊ നിങ്ങള് ഈ തടിയൂര് ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളായിരുന്നു? പഠിത്ത കാലത്തും എല്ലാം വരെ അവിടെയായിരുന്നു? പഠിത്ത കാലത്തെല്ലാം എന്റെ 2 ഗ്രാൻഡ് ഫാദേഴ്സിന്റെ എന്റെ ഗ്രാൻഡ് പേരൻസ് 7 പേരായിരുന്നു അയിരൂര്. അതിൽ 2 എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അമ്മ വയലത്തിലേക്ക് ആയിരുന്നു, കുഴിയമ്മലിൽ. അങ്ങനെ എന്റെ ഫാദറിന്റെ ഗ്രാൻഡ് ഫാദർ അവിടെ സ്ഥലം വാങ്ങിച്ചു. 2 ഗ്രാൻഡ് ഫാദേഴ്സ് വയലത്തില വന്നു. അതിൽ എന്റെ ഫാദറൊക്കെ പത്തനംതിട്ട സ്ഥലം വാങ്ങിച്ച്. അമ്മമ്മ ഹൈസ്കൂളൊക്കെ എവിടെ പോയത്? അപ്പൊ ഞാൻ MS ഹൈസ്കൂളിൽ വയലത്തല റാന്നി പട്ടണത്തിനോട് അടുത്താ? അന്ന് MS ഹൈസ്കൂളേ ഉള്ളൂ. കാട്ടൂർ NSS ഉണ്ട്. പക്ഷേ ഇന്നിക്കടെ ആയതുകൊണ്ട് അത് തടിയൂരല്ലേ? പക്ഷെ ഞങ്ങൾ MS പഠിച്ചത്. നല്ല ദൂരമായിരുന്നു, നടന്നാ പോകുന്നത്. ബസ്സൊന്നും ഇല്ല എന്റെ ടൈമില്. എന്റെ വീട്ടിലെല്ലാരും, ഞങ്ങൾ 8 പേരും അവിടെ പഠിച്ചത്. കോളേജിൽ പഠിച്ചത് ഞാൻ പത്തനംതിട്ട കോളേജില് കാത്തോലിക്കറ്റിലായിരുന്നു. ഞാൻ പഠിച്ചോണ്ടിരിക്കും മാത്സ് ആയിരുന്നു. ഞാൻ പഠിച്ച് ഫൈനൽ ഇയർ ആയിരുന്നപ്പോൾ മാത്സ് പ്രീ ഡിഗ്രിക്കും ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു. അന്നത്തെ കാലത്ത് ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പ്രീ ഡിഗ്രി യൂണിവേഴ്സിറ്റി ഒരു വർഷം. അത് കഴിഞ്ഞ് പിന്നെ ഡിഗ്രിക്ക് മാത്സ് എടുത്തു. 3 വർഷമേ. അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റേഴ്സും ചെയ്തോ? ഇല്ല, ഞാൻ ചെയ്തില്ല. അപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് അതോടെ ഞാൻ മലേഷ്യക്ക് പോയി. മലേഷ്യയിലായിരുന്നു അന്ന് അച്ഛൻ? അത് ശരി. അവിടെ ജനിച്ചു വളർന്ന. പക്ഷെ കുടുംബം എല്ലാം മലയാളികാര് തന്നെയാ. വരിക്കാനിക്കുരിയിൽ. അമ്മ കുറിയന്നൂക്കാര് ഓടിക്കണ്ടത്തില്. ശരി. മലേഷ്യയിൽ അന്ന് എന്തായിരുന്നു ജോലി അദ്ദേഹത്തിന്? എന്റെ പപ്പായ്ക്ക് സ്വന്തമായിട്ട്, എന്റെ പപ്പായ്ക്ക് സ്വന്തമായിട്ട് സ്ഥലവും കടയും ഏക്കർ കണക്കിന് കൃഷിഭൂമിയായിരുന്നു? ഇല്ലായിരുന്നു. 10-15 ഏക്കർ ഉണ്ടായിരുന്നു. എല്ലാം എണ്ണപ്പനയായിരുന്നു അതോ? ആദ്യം റബ്ബറായിരുന്നു, പിന്നെ റബ്ബർ ഉണ്ടായിരുന്നു. പശുക്കളുണ്ടായിരുന്നു. ഒത്തിരി ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അവർക്ക് 5 എന്റെ ഹസ്ബൻഡിന് 5 സിസ്റ്റേഴ്സാ. എന്റെ ഹസ്ബൻഡ് മൂത്തെ. ഞാൻ ചെല്ലുന്നതിന് 2 സിസ്റ്റേഴ്സിനെ കല്യാണം കഴിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞ് 3 പേരെ കല്യാണം. അവരെല്ലാം മലേഷ്യയിലുണ്ടായിരുന്നു? എല്ലാരും അവിടെ ജനിച്ചു വളർന്ന. എന്റെ ഫാദറിലോ അവരുടെ ഫാമിലിയിൽ ഒത്തിരി പേരെ കൊണ്ടുവന്നു. ഒരുപാട് പേരെ അന്നൊക്കെ കൊണ്ടുവരായിരുന്നു. 53 കഴിഞ്ഞതോടെ ആരും കൊണ്ടുവരാനൊക്കത്തില്ല. 1953 കഴിഞ്ഞു. പിന്നെ സിറ്റിസൺ ആയിട്ടുള്ളവർക്ക് പോയി കല്യാണം കഴിച്ചിട്ട് വരാം. അല്ലാതെ ആരും കൊണ്ടുവരാനൊക്കെ. അങ്ങനെ. ഈ അന്ന് മലേഷ്യക്ക് പോകുന്നത് എങ്ങനെയാ? നമ്മള് കൊച്ചിയിൽ നിന്ന് എങ്ങനെയാ പോകുന്നത്? അന്ന് കപ്പലേ ഉള്ളൂ, പ്ലെയിനില്ല. കപ്പലും ഞാൻ പക്ഷെങ്കിൽ എൻ്റെ സമയത്ത് ഞാൻ 65 കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പ്ലെയിനില്ല പോകുന്നത്. അന്ന് മലേഷ്യക്ക് നേരെ ഫ്ലൈറ്റ് ഇല്ല.
സിംഗപ്പൂരിലന്ന് എൻ്റെ ഓ അന്ന് എൻ്റെ സിംഗപ്പൂരിൽ ഹാർബർ ബോർഡിൽ എൻ്റെ ബ്രദർ വേല ചെയ്യുന്നു. എൻ്റെ ഉപ്പാപ്പന് ആ സാനിറ്ററി ഇൻസ്പെക്ടർ ആയിരുന്നു അവിടെ. ഓ ശരി. അങ്ങനെ സിംഗപ്പൂർ വഴിയാണ് ഞാൻ പോകുന്നത്. എന്നെ ബ്രദർ കൊണ്ടുവന്ന് അവിടുന്ന് ലോക്കൽ ഫ്ലൈറ്റില് മലാക്കായി കൊണ്ടുപോയി. ഓ ശരി. അന്ന് അമ്മാമ്മ ആദ്യമായിട്ടല്ലേ കേരളത്തിന് വെളിയിൽ പോകുന്നത്? കേരളത്തിന് വെളിയിലോട്ട് പോകുന്നത് ബോംബെക്കൊന്നും ആദ്യമായിട്ടാ പോയിട്ടില്ല. വലിയൊരു വ്യത്യാസം തോന്നിയില്ല സിംഗപ്പൂർ കണ്ടിട്ട് മലേഷ്യ കണ്ടിട്ടൊക്കെ? അതോ മലേഷ്യ കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നില്ല. എസ്റ്റേറ്റിലുള്ള ഒരു വെരി ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വെരി ലവ്ലി. ഞങ്ങൾക്ക് 2 മണി വരെയുള്ള ജോലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒരു വീട്ടിൽ കൂടും. ഞങ്ങളെല്ലാരും ഒന്നിച്ചുണ്ടാക്കും, കഴിക്കും. ഒത്തിരി ഫ്രണ്ട്ലി എന്ന് വെച്ചാല് മുസ്ലിംസ് അല്ല, നമ്മുടെ ആൾക്കാര് എല്ലാം കൂടുതലും നമ്മുടെ ആൾക്കാരായിരുന്നു എസ്റ്റേറ്റിലെല്ലാം. അന്നേരം ഞങ്ങൾ ഒത്തിരി ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ ജോലി കഴിഞ്ഞ ഉടനെ എല്ലാരും ഒന്നിച്ച്, അത് സാറ്റർഡേ സൺഡേ ഒക്കെ വന്നാൽ പിന്നെ പറയണ്ട. അങ്ങനെ ഒത്തിരി ഫ്രണ്ട്ലിയാ. ഞങ്ങൾ സ്വന്തം സഹോദരങ്ങളുടെ കൂട്ടാം. അമ്മമ്മ ആദ്യം പോകുമ്പോ അന്നത്തെ കാലത്ത് ഫോണും ഇല്ല, കത്തും ഇല്ല, ഒന്നുമില്ല. വീട്ടിൽ വിട്ടതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ ബ്രദർ സിംഗപ്പൂരിൽ ഉണ്ടായിരുന്നുണ്ട്. എന്റെ രണ്ടാമത്തെ ബ്രദർ ഞാൻ ചെന്ന് 67 മലേഷ്യയിൽ വന്നു. അന്നേരം എപ്പോഴും ഇടയിൽ വന്ന് എന്റെ വീട്ടിൽ താമസിക്കും. അച്ഛനായിരുന്നു ഓർത്തഡോക്സില്. അന്നേരം എനിക്ക് അത്രയും ഫീൽ യാത്രയിൽ പിന്നെ മദറൊക്കെ എഴുത്തെഴുതും. അത് കഴിഞ്ഞ് ആദ്യമായിട്ട് കേരളത്തിൽ തിരിച്ചു വന്ന അന്നൊക്കെ പോകാൻ വന്നപ്പോൾ ഇതിനൊക്കെ വലിയ പ്രയാസമാ, കാശിനും വലിയ പ്രയാസമാ. ഞാൻ 72 എന്റെ മോന് സുബ ഒരു ലോട്ടറി എടുത്തു. അന്നേരം കുറച്ച് ലോട്ടറി ടിക്കറ്റ് കിട്ടി. അന്ന് ചിദംബരം കപ്പല് ആദ്യമായിട്ട് 72 മലേഷ്യ ജാക്കർത്തയിലാണോ? നിങ്ങൾ അടുത്താണോ അതോ? ജാക്കർത്ത വേറെ ഇന്തോനേഷ്യൻ കൺട്രിയാ. നിങ്ങൾ മലേഷ്യയുടെ ക്യാപിറ്റൽ? ഞാൻ കോലാലംപൂര്. സോറി, മലേഷ്യ ഞങ്ങൾ ക്ലാങ് എന്ന് പറഞ്ഞ. ശരി. അന്ന് അത് വലിയ സിറ്റി അല്ലേ കോലാലംപൂർ? വലിയ സിറ്റി. പോർട്ടാണോ അവിടെ? കടൽ തീരം ഞങ്ങളുടെ അടുത്ത ക്ലാങ്ങില്ല പോർട്ട്. ഓക്കെ ഓക്കെ. പിന്നെ മലാക്ക പോർട്ട് ഉണ്ട്. മലാക്ക ഓൾഡസ്റ്റ് സിറ്റിയാ. ശരി. അപ്പൊ അമ്മാമ്മ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് മലേഷ്യയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ജീവിതത്തിന് ഒത്തിരി സാഹചര്യം ഒത്തിരി മാറ്റമല്ലായിരുന്നു? ഒത്തിരി ലൈഫ് സ്റ്റൈൽ മാറിയില്ലായിരുന്നു? അതായത് കേരളത്തിലെ ഫുഡ് അല്ല? ഇല്ല, കേരളത്തിലെ ഫുഡ് പോലെ തന്നെയാണ് മലേഷ്യയില്. ഇഷ്ടം പോലെ മീൻ കിട്ടും. പിന്നെ എല്ലാ നമുക്ക് ഉണ്ടാവുന്ന എല്ലാ, അത് ഞങ്ങൾ പുള്ളിക്കാരൻ എസ്റ്റേറ്റ് ജോലി ചെയ്തോണ്ട് നമുക്ക് എല്ലാ കൃഷിയെ, കോഴിയെ, ടർക്കിയെ എല്ലാം ജോലിക്കാരെല്ലാം ഫ്രീ ആയിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് കഴിക്കുന്നതിനോ താമസിക്കുന്നതിനോ എല്ലാം ക്വാർട്ടേഴ്സാണ്. നമുക്ക് സ്വന്തം വീടൊന്നും ഇല്ല. നല്ല ക്വാർട്ടേഴ്സാ, ഫർണിച്ചറും ജോലിക്കാരും എല്ലാം ഫ്രീയാ. അങ്ങനെ അതാകുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല. പിന്നെ പൈസയ്ക്ക് മാത്രമേ ഉള്ളൂ ടൈറ്റ് ആയിട്ടുള്ളത്. അല്ലാതെ കഴിക്കുന്നതിന് നമുക്ക് ഇഷ്ടം പോലെ. അന്നൊന്നും കോഴിയൊന്നും വാങ്ങിച്ചിട്ടേ ഇല്ല. 150 കോഴി നമ്മുടെ ഫാമിലുണ്ട്. നമ്മള് വളർത്തും. നമ്മുടെ എസ്റ്റേറ്റിൽ നമുക്കായിട്ട് വലിയ സ്ഥലം കോമ്പൗണ്ട് കോഴിക്കോട് നോക്കാനാളും. അങ്ങനെ വലിയ വ്യത്യാസമായിട്ട് തോന്നിയില്ല. ഒരു സാധനം കിട്ടാത്ത ഇല്ലായിരുന്നു. അങ്ങനെ അതുമല്ല, ഫ്രണ്ട്സ്, പള്ളി വെരി ഇമ്പോർട്ടന്റ്. അന്ന് നാട്ടിലെ അച്ഛന്മാരുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ നാട്ടിലെ അച്ഛന്മാരാ വരുന്നത്. 9 പള്ളിയുണ്ട് മലേഷ്യയില്. അതിൽ ആദ്യത്തെ പള്ളിയാ ഞങ്ങളുടേത്, സെന്റ് തോമസ് മാർത്തോമ ചർച്ച്. പിന്നെ ബേസിക്കലി ഓർത്തഡോക്സ് അല്ലായിരുന്നു? ഞാൻ ഓർത്തഡോക്സ് തന്നെ. കല്യാണം കഴിച്ച മർത്തോമയില പോയത്. പക്ഷെ അച്ഛന്മാരെല്ലാം ഫാമിലിയുള്ള എല്ലാ ഓർത്തഡോക്സിലെ അച്ഛന്മാരാ. അവര് വരും നമ്മുടെ വീട്ടിൽ. വലിയ ഫ്രണ്ട്ലിയാ. അത് എന്റെ ബ്രദർ അച്ഛനായതുകൊണ്ട് അവരുമായിട്ടൊക്കെ വലിയ ഫ്രണ്ട്ലിയാ. അമ്മാമ്മയ്ക്ക് അന്ന് നാട്ടിലോട്ട് പൈസ അയക്കേണ്ടതായിട്ട്, കേരളത്തിലോട്ട് ആരെങ്കിലും പൈസ അയക്കേണ്ടതായിട്ട് വരുമായിരുന്നു? ഇല്ല. വീട്ടില് എന്റെ ബ്രദേഴ്സ് എല്ലാം ജോലിയിലുണ്ടായിരുന്നു. പിന്നെ പപ്പായ്ക്ക് ജോലി ഉണ്ടല്ലേ? എന്റെ പപ്പായ്ക്ക് ജോലി ഉണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഞാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ മണി അയക്കുന്നവരൊന്നും നമ്മൾ അയക്കുന്നില്ല. അത് ശരി. അങ്ങനത്തെ യാതൊരു പ്രയാസവും വന്നിട്ടില്ല. അന്ന് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലേ കൂടുതലും നമ്മൾ ചെയ്യുന്നത്? ആരും ഇൻവെസ്റ്റ് ചെയ്തില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങ് നാട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. ആദ്യം മലേഷ്യയിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല. അതാ മടയത്തരം ചെയ്തത്. പക്ഷെ മലയാളികൾ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ? ഫാക്ടറി തുടങ്ങുമോ, ഇൻഡസ്ട്രി? ആരും ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നാട്ടിൽ പോകണം, പൈസ ഉണ്ടാക്കണം, നാട്ടിൽ പോകണം എന്നുള്ള ആഗ്രഹമേ ഉള്ളായിരുന്നു.
അവിടുത്തെ ഗവൺമെന്റ് 69 അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം അവിടെ ഓപ്പോസിഷൻ പാർട്ടി കയറുന്ന ഓക്കെ ഓക്കെ പേടി വന്നപ്പോ അവിടെ വലിയ ബഹളം ഒരു ശരി അവിടുത്തെ UK സിസ്റ്റം ആയിരുന്നു എഡ്യൂക്കേഷൻ അവരെന്തോ ചെയ്തു ആ എഡ്യൂക്കേഷൻ സിസ്റ്റം മുഴുവൻ അങ്ങ് മാറ്റിയിട്ട് അവിടുത്തെ ഭാഷ മലേഷ്യ ആക്കിയപ്പോ ഒരുപാട് പേര് പേടിച്ച് നാട്ടിൽ പോയി. പിന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് 70% എഡ്യൂക്കേഷനിലെ റിസർവേഷൻ പോലെ അങ്ങനെ മാറ്റി വെച്ചിരിക്കുക. 20% ചീനന്, 10% ഇന്ത്യക്കാർക്ക്. അങ്ങനെ ഒത്തിരി പേര് തിരിച്ച് നാട്ടിൽ പോയി പഠിക്കേണ്ടി പേര് അങ്ങനെ നാട്ടിൽ പോയി പിള്ളേരുടെ കാര്യം. പിന്നെ ഞങ്ങളുടെ കൂട്ടുള്ളവരൊക്കെ ഇങ്ങനെ വിട്ടു, ഓസ്ട്രേലിയ അങ്ങനെ കുഞ്ഞുങ്ങളെ വിട്ടത്. വന്നപ്പോ മോനായിരുന്നു. ഞാൻ പരിചയപ്പെട്ടില്ല, എനിക്ക് തോന്നി. മോളുണ്ട്, അവള് ആദ്യം വന്ന് മോളമ്മത്തെ. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെവിടെയാ താമസിക്കുന്നത്? അവര് ഡാലസില്. രണ്ടുപേരും പഠിച്ച മിനിസോട്ട മിനിസോട്ടയില. അങ്ങനെ മോക്ക് കല്യാണാലോചന വന്നു. പഠിത്തം കഴിഞ്ഞ ഉടനെ നമ്മുടെ ചെറുക്കനെ തന്നെ ഒരു മലേഷ്യക്കാരായിരുന്നു, ഒരു നാട്ടിൽ പോയി സെറ്റിൽ ചെയ്തിരിക്കുന്നത് കോഞ്ചിരിക്കും. അവള് കല്യാണം കഴിഞ്ഞ ഉടനെ അവൾക്ക് വലിയ നിർബന്ധം അവളുടെ ബ്രദറിനെ ഇവിടെ താമസിപ്പിക്കണമെന്ന്. അങ്ങനെ അവനെ കണ്ടി കല്യാണം ആലോചിച്ചു. ദൈവം രണ്ടും നല്ല ദൈവത്തെ വിളിക്കുന്ന കുഞ്ഞുങ്ങളെ കൊണ്ടു തന്നു. അതാ ഏറ്റവും ദൈവത്തിന്റെ അനുഗ്രഹം. അങ്ങനെ ഇപ്പൊ അമ്മാമ ശരിക്കും അമേരിക്ക വന്നിട്ട് എത്ര നാളായി മക്കളുടെ കൂടെ? ഞാൻ 2019 മോള് വന്നു. 94 അവളുടെ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഞങ്ങൾ 4 വർഷം അവള് വന്നിട്ടില്ല, അന്ന് വരാനുള്ള സൗകര്യം ഒന്നുമില്ല. 2019 വന്നു. 90 മോളെ വിടുന്നത് 2019, 5 വർഷം മുമ്പ്. അല്ല 2000 അല്ലല്ല 1990. അപ്പൊ 34 ഇയേഴ്സോളമായി. 1994 അവിടെ അവള് പറഞ്ഞു, അമ്മ ഞാൻ വരുന്നില്ല, നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞാൻ പഠിപ്പിക്കണ്ടായി, മലേഷ്യൻ ക്ലാസ് മാറ്റുന്ന എന്തോ ഉണ്ട്, എന്റെ ഗ്രാജുവേഷന് കൺസ്റ്റാൻറ്റ് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ, അന്നേരം പുള്ളിക്കാരൻ്റെ ലീവാ, ഞങ്ങൾ 2 പേരും കൂടെ 1 മാസം ലീവ് എടുത്തിട്ട് ഞങ്ങള് ഗ്രാജുവേഷന് വന്നു. മോൻ അപ്പോഴത്തേക്ക് 91 വന്നു, ആ യൂണിവേഴ്സിറ്റി തന്നെ. അപ്പോഴത്തേക്ക് അവന്റെ കസിൻസ് മലേഷ്യൻ സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നു. 94 ഞങ്ങൾ 1 മാസം ലീവ് എടുത്തിട്ട് വന്നു. അങ്ങനെ അവിടെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. അവർക്ക് 95 കല്യാണമായപ്പം ഉടനെ 95 ഞങ്ങൾ വന്നു. അത് മെയ്യില്, അങ്ങനെ അല്ല നവംബറിലായിരുന്നു. 95 നവംബറിൽ കല്യാണം കഴിഞ്ഞു. പിന്നെ അന്നേരം അവർക്ക് നോർത്ത് വെസ്റ്റ് എയർലൈൻസിലാണ് ജോലി കിട്ടിയത്. അന്നേരം ഞങ്ങൾക്ക് ബിസിനസ് ക്ലാസ്സിൽ ഫ്രീ നേരെ മലേഷ്യക്ക് വരും. അന്ന് തൊട്ട് ചിലപ്പോ ഇപ്പൊ 9 മാസത്തിൽ കൂടുതൽ വന്നു കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മാമ്മ അമേരിക്ക സ്ഥിരമായിട്ട് എന്നാ താമസിക്കാൻ തുടങ്ങിയത്? 2014 പുള്ളിക്കാരനെ 13 ഞങ്ങൾ വന്നിട്ട് 14 പോയി. ജനുവരി 19 പോയി. ഫെബ്രുവരി 14 പുള്ളിക്കാരൻ മരിച്ചത്. ഞങ്ങൾ 2 മാസത്തേക്ക് ലീവിന് വന്നു. അന്ന് എന്റെ സിസ്റ്ററിലോയും ഹസ്ബൻഡും കൂടെ വന്ന് അവർക്കും കാണാൻ 2 മാസം അമേരിക്ക മുഴുവൻ ചുറ്റി. അങ്ങനെ തിരിച്ചു പോയി ജോലി ചെയ്തു. അങ്ങനെ 2014 ഫെബ്രുവരി 14 മരിച്ചു. പിള്ളേരെന്നെ പറഞ്ഞു, മമ്മ ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യേ, ഡാഡി ഉള്ളപ്പം ഡാഡിക്ക് ഇഷ്ടമല്ല, ഡാഡിക്ക് എത്ര ഫ്രണ്ട്സും കാര്യങ്ങളും. അങ്ങനെ ആ കുഞ്ഞുങ്ങളുടെ ഗ്രീൻ കാർഡ് എടുത്തു. ഗ്രീൻ കാർഡ് എടുത്ത് പിന്നെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് മോനറിയാം എനിക്ക് ഇത്രയോ മലേഷ്യയില കൂടുതൽ. അതുകൊണ്ട് 6 മാസം കഴിയുന്നതിന് മുമ്പേ അവൻ എന്നെ ആരും അങ്ങനെ പോയി. ഇതുവരെ ആരോഗ്യമുള്ളത് കൊണ്ട് പോയി വരുന്ന സന്തോഷം. ആ മോനിപ്പോ എവിടെയാണെന്ന് പറഞ്ഞത്? എന്റെ മോനെ ഇത് അമ്മമ്മയുടെ മോനാണ് ഈ അമ്മമ്മയുടെ മോളെ കല്യാണം കഴിച്ചു. അമ്മമ്മക്ക് ഒരു മോളാ മൂത്തത്. അവള് ഡാലാസ്. അമ്മാമ്മക്ക് മലയാള ഭാഷ അറിയാവോ? മലയാള ഭാഷയല്ലേ? അറിയാം. എനിക്ക് ഒത്തിരി അറിയത്തില്ല, എഴുതാനൊക്കെ അറിയാവോ? അതൊക്കെ ഇനി ഞാൻ എഴുതുന്നത് ബാപ്പാന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് തന്നെയാ. പ്രൊനൗൺസ് അതനുസരിച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ കുറച്ചൊക്കെ പഠിച്ചത്. പിന്നെ ആദ്യമൊക്കെ തമിഴന്മാരായിരുന്നു ജോലിക്കാർ വീട്ടിൽ. മലയാളം പറയാം, തമിഴ് പറയായിരുന്നു. അങ്ങനെ അവരോട് പിന്നെ ഒടുവിൽ വന്നപ്പോ ഇന്തോനേഷ്യക്കാരായി ജോലിക്കാർ.
അന്നേരം ഇന്തോനേഷ്യൻ ഭാഷ മലയാളി പഠിച്ചേ ഒക്കത്തുള്ളൂ. അവർ അത് വല്ല വെളിയിൽ പോയി നമുക്ക് സാധനം വായിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ അറിയണം. നമ്മൾ ഹിന്ദി പഠിക്കുന്ന പോലൊക്കെ അങ്ങ് പഠിച്ചു. പറയാനറിയാം, എഴുതാനും വായിക്കാനും പ്രയാസമില്ല. വലിയ വലിയ വാക്കുകളുടെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ പ്രയാസം. അമ്മമ്മ ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്ത് ഏത് ഫീൽഡിലായിരുന്നു? അമ്മമ്മ പഠിച്ചിട്ടില്ല, പഠിച്ചതേ ഉള്ളൂ. മാത്സ് എടുത്ത് പഠിച്ചു. അന്ന് വരുമ്പോ എനിക്ക് പിള്ളേർക്കൊക്കെ ഫോമിന്റെ കണക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഈസിയായി. UK സിസ്റ്റം ആയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഈസി ആയിട്ട് ഞാൻ വരുമ്പോൾ ജോലി കിട്ടാം. പക്ഷെ എനിക്ക് പിള്ളേരെ ഇട്ടിട്ട് പോവാൻ പേടിച്ച്. മമ്മിക്ക് കാൽക്കുലസും അതൊക്കെ നന്നായിട്ട് അറിയാം. ഓഫീസിൽ എനിക്കറിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും അറിയത്തില്ല. ഒരു സമയം നോക്കുന്നില്ലല്ലോ, ടച്ച് ഇല്ലാത്തതുകൊണ്ട്. അതുമല്ല ഈ പിള്ളേരെ ജോലിക്കാർ നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളെ ദൈവം എനിക്ക് നല്ല പോലെ വളർത്താൻ സമയം തന്നു. മമ്മിക്ക് ശരിക്കും പറഞ്ഞാല് ബേസിക് മാത്സോ പിന്നെ വേണമെങ്കിൽ മെഡിസിന് പോയായിരുന്നു, ചെയ്യായിരുന്നു, എഞ്ചിനീയറിംഗിനൊക്കെ പോയായിരുന്നു. കാരണം ആ കാലം തന്നെ അത് ഓരോരുത്തർക്കും ഓരോ നിശ്ചയമുണ്ട്. പക്ഷെ അതിലും നല്ലൊരു ലൈഫ് അമ്മമ്മക്ക് തന്നല്ലോ. മലേഷ്യയിലും ഇവിടെ കുഞ്ഞുങ്ങളെ നോക്കുന്ന എന്റെ ഹസ്ബൻഡ് ഇരിക്കുമ്പോൾ എപ്പോഴും പറയും, നിന്റെ മോൻ നിന്നെ പൊന്നുപോലെ. അതാ ഏറ്റവും അമ്മമ്മ കരുതിയതുപോലെ തന്നെ മക്കളും കരുതും. അമ്മമ്മ ഇപ്പൊ നാട്ടിൽ ചെന്നാൽ ആരുണ്ട് ശരിക്കും പറഞ്ഞ അമ്മമ്മക്ക് ഒരു കയറി താമസിക്കാനൊക്കെ പറ്റുന്നത്? എനിക്ക് ഞങ്ങൾ ഇതുപോലെ ചെന്നൈ വീട് വാങ്ങിച്ച് സിനിമ ഇതിന്റെ അപ്പുറത്ത് ഇതുപോലത്തെ കോർണർ വീട്. ഇതിന്റെ അപ്പുറത്തെ വീട് ഞങ്ങൾ പഴയ കൂട്ടുകാരാ, ഞങ്ങൾ പള്ളിക്കാരാ, അയൽക്കാരാ. ശരി. അതിന്റെ നടുക്ക് ഞങ്ങൾ ഒരു കഥ ഇട്ടിട്ടുണ്ട്. മുന്നിലെല്ലാം ഗേറ്റ് ആ കഥ 24 മണിക്കൂർ തുറന്നിട്ട്. പുള്ളിക്കാരൻ വെറ്ററിനറി ഡോക്ടറാ. ശരി. അത് മലേഷ്യയിലെ കാര്യമാണോ നാട്ടിലെ? മലേഷ്യയിൽ ഇപ്പോഴും മലേഷ്യയിൽ. അപ്പൊ അമ്മാമക്ക് ഒരു വീടുണ്ട്? എനിക്ക് വീടുണ്ട്. അതുകൊണ്ടില്ലേ പോകുന്നത്. മലേഷ്യയിൽ വീടുണ്ട്. അമ്മാമ തന്നെ അവിടെ താമസിക്കുന്നത്. അതാ പറഞ്ഞ പ്ലോട്ടില് സ്വന്തക്കാര് തന്നെയാണ്. അവരോട് ആ പള്ളി പോകുന്ന ഞങ്ങളുടെ ഒരു പള്ളിക്കാരൻ. അവന്റെ പപ്പ ഞങ്ങളോട് സണ്ണി എന്നാ പേര്. അവന്റെ പപ്പ എന്റെ ഹസ്ബൻഡ് ഒന്നിച്ച് ജോലി ചെയ്ത പപ്പ അങ്ങള് മരിച്ചു. അവൻ വെറ്ററിനറി ഡോക്ടറാ. ഇന്ത്യയിലെ കേരളത്തിലല്ലാതെ വേറെ എവിടെയൊക്കെയാ പോകുന്നത്? ഞാൻ ബോംബെയിൽ പോകും, പൂനെ പോകും, ഡൽഹി, ബാംഗ്ലൂരിലെ എന്റെ രണ്ടാമത്തെ ബ്രദറിന്റെ അച്ഛന്റെ മക്കളെല്ലാം ബാംഗ്ലൂര് പോകും. മദ്രാസ്. ഡൽഹിയിലൊക്കെ പോകുന്ന എവിടെയാ പോകുന്നത്? ഡൽഹി പോയത് പിന്നെ ഏത് വർഷമായിരുന്നു? ഞങ്ങളുടെ ഫ്രണ്ട് എല്ലാം കൂടെ ഞങ്ങൾ മലേഷ്യയിൽ എല്ലാം കാണാനുള്ള ഉണ്ടായിരുന്നു. 2 ആഴ്ച അവർ കൂടെ. എസ്റ്റേറ്റുകാരൊക്കെ വെരി ക്ലോസ് ആയതുകൊണ്ട് എങ്ങനെ പോയി. അങ്ങനൊക്കെ കാശ്മീരിലൊക്കെ പോയിട്ടുണ്ടോ? കാശ്മീരിൽ പോയിട്ടില്ല, പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. എയർസ്ട്രീമിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ 3-4 പ്രാവശ്യം. അവിടെ ആരുണ്ട്? ഓസ്ട്രേലിയക്കാരൻ ഉപ്പാപ്പനും മക്കളെല്ലാം. അവർ മെൽബണിലാണ്. ഉപ്പാപ്പനും കൊച്ചമ്മ ഇപ്പോഴും ഉണ്ട്, 97 years. ഉപ്പാപ്പന് മരിച്ചുപോയി 2 വർഷമായി. മക്കളെല്ലാം അവിടെ ഉണ്ട്. ഓസ്ട്രേലിയ എങ്ങനെയുണ്ട് പൊതുവെ? നമുക്ക് പോയാൽ ഇവിടത്തേക്കാട്ടും നല്ലതാണ്. ഇവിടത്തേക്കാളും നല്ലതാണോ? ഫ്ലോ ചെയ്യുക അവിടെ.